സ്റ്റേറ്റ് പ്രോഗ്രാം ഐഡിയ മലബാർ ആതിഥേയത്വം വഹിക്കുന്നത്. ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സാറ് ആണ് മുഖ്യാതിഥിയായിട്ടുണ്ടാവുക. പിന്നെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് നമ്മുടെ മുൻ MLA പുരുഷൻ കടലുണ്ടി സാറും, പിന്നെ വിശിഷ്ടാതിഥികളായിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ അനീസ് P, പിന്നെ DEO കോഴിക്കോട് DEO അബ്ദുൽ ഹക്കീം സാറ്, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലഡ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹക്കീം സാർ, DEO അസീസ് സാർ, ഇവരെയാണ് മുഖ്യ വിശിഷ്ടാതിഥികളായിട്ടുണ്ടാവുക. ഇത് നമ്മൾ പൊതുആരോഗ്യ ദിനം 2013 ഫെഡറേഷൻ ഡെന്റൽ ഇന്റർനാഷണൽ എന്ന ആഗോള സംഘടനയാണ് ആരംഭിച്ചത്. ഓരോ വർഷവും ഇതിനോടനുബന്ധിച്ചുള്ള തീമുകളോട് കൂടി ഒരു വർഷത്തെ ചടങ്ങുകളായിട്ടാണ് നടത്തുന്നത്. സർക്കാർ തലത്തിലും സംഘടനാ തലത്തിലും പല പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കോഴിക്കോട് മാർച്ച് 20 സമുദ്ര ഓഡിറ്റോറിയത്തിൽ തുടങ്ങുന്ന ചടങ്ങുകൾ വിവിധ പ്രോഗ്രാമുകൾ സ്റ്റേറ്റ് ബ്രാഞ്ചിൻ്റെയും ലോക്കൽ ബ്രാഞ്ചിൻ്റെയും ആതിഥേയത്തിൽ നമ്മൾ പല പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബട്ട് റോഡിൽ വെച്ചിട്ടാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വചനാരോഗ്യം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം ഇപ്രാവശ്യത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ പബ്ലിക് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഹിയറിംഗ് ഇമ്പയർഡ്, വിഷ്വൽ ഇമ്പയർഡ് ആയിട്ടുള്ള ആളുകളിലേക്കും കൂടെ ആ മെസ്സേജ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെ നമ്മളൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റിൻ്റെ പേര് മൊഴി എന്നാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലുടനീളമുള്ള 13 സ്പെഷ്യൽ സ്കൂൾസിൽ ഉള്ള 350ഓളം കുട്ടികളിൽ വിഷ്വലി ഇമ്പയർഡ്, ആ കുട്ടികൾക്ക് ബ്രെയിലി ലിപിയിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ബ്രഷിങ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പാംഫ്ലെറ്റ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അത് ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അതുപോലെ